ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഡേവിഡ് കാറ്റാലയ്ക്ക് എൻ്റെ മനസ്സിൽ അത്ര വലിയ സ്ഥാനമൊന്നുമില്ലായിരുന്നു. ചെറുതായിട്ടെങ്കിലും ഒരു വെറുപ്പ് അയാളോട് ഉണ്ടായിരുന്നു. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ചകൾക്ക് അയാളും ഒരു പരിധിവരെ കാരണക്കാരനാണല്ലോ എന്ന്. പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാൾ അയാളായിരിക്കും. കാരണം പുള്ളിയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരും ചില്ലുകൂട്ടിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈ പിഴച്ച മാനേജിന്റെ തന്തയില്ലായ്മകൾ ഭൂരിഭാഗം എക്സ്പോസ് ചെയ്തിട്ടാണ് അങ്ങേര് പോകുന്നത്. ഈ അഡ്രിയാൻ ലൂണയും നോഹ സദോയെയും പിന്നെ എന്തിനേറെ പറയും നമ്മുടെ അസറിനെ ഐമനെയും വരെ റിലീസ് ചെയ്തതിന്റെ പേരിൽ പഴയ കാറ്റാലയുടെ നെഞ്ചത്തുകൊണ്ട് ചാരി വെക്കുമ്പോൾ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഡ്രിയാൻ ലൂണയെ റിലീസ് ചെയ്യാൻ പറയാൻ മാത്രം ഇഡിയറ്റ് അല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അഡ്രിയാൻ ലൂണയും നോഹ സദോയെയും ഡുസാൻ ലുഗേറ്ററും അസറും ഐമനെയും ടീമിൽ നിലനിർത്തണമായിരുന്നു, അവർ ടീമിൽ വേണമായിരുന്നു എന്ന് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച തീരുമാനം. അപ്പം ഈ മാനേജ്മെന്റ് കാശുണ്ടാക്കാൻ വേണ്ടി താരങ്ങളെ പറഞ്ഞു വിടാൻ ബലിമൃഗമാക്കിയത് ഈ മനുഷ്യനെയാണ്. എത്ര പേരെ ഈ തന്തയില്ലാത്തവന്മാർ നശിപ്പിച്ചിട്ടുണ്ട്. ഇവാൻ വുക്കോമനോവിച്ചിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവാന് ശേഷം വന്ന മിഖായൽ സെഹറയോട് ചെയ്ത കൊടുംപാതകത്തിന്റെ അത് നിങ്ങൾക്ക് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദേശ പ്രതിരോധ താരങ്ങൾ നമുക്കുണ്ടെന്ന് പറഞ്ഞ് പെരുമ്പാഴുകളെ വെച്ചു കൊടുത്ത് അബ്സല്യൂട്ട്ലി ഇവിടെ വരുന്ന ഓരോ ആരാധകനെയും മാത്രമല്ല ഈ മാനേജ്മെന്റിലെ തന്തയില്ലാത്തവന്മാര് അങ്ങനെ തന്നെ പറയണം പറ്റിക്കുന്നത്. ഇവിടെ ഈ പരിശീലകരായി കൊണ്ടുവരുന്ന പരിശീലകരുടെ കരിയർ കൂടിയാണ് ഇവന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടേക്ക് ഒരു പരിശീലകൻ വരിക എന്ന് പറഞ്ഞാൽ അയാളുടെ കരിയർ എൻഡ് ചെയ്യുക, അയാളെ നാണം കെടുത്തി തോൽവിയിലേക്ക് തള്ളിവിട്ട് പറഞ്ഞു വിടുക എന്നത് മാത്രമാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലും മോശം സാഹചര്യത്തിൽ ഇവാൻ വുക്കോമനോവിച്ച് 3 സീസൺ പിടിച്ചു നിന്നു എന്നുള്ളതുകൊണ്ട് അയാള് ലെജൻഡ് തന്നെയാണ്. അങ്ങേരെ ഈ തന്തയില്ലാത്തവന്മാർ അങ്ങനെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ രക്തം തിളയ്ക്കുന്നു. അമ്മാതിരി തന്തയില്ലായ്മയാണ് ഈ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അസറിനെയും എമിനെയും വരെ പറഞ്ഞു വിട്ടതിന് കാറ്റാലെ നമ്മളിൽ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുകയാണ്, ഞാനത്ര ഇഡിയറ്റ് അല്ല ലൂണയെ പറഞ്ഞു വിടാൻ മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച തീരുമാനം ലൂണയും നോഹയും ഡുസാൻ ലുഗേറ്ററും അസറും ഐമനും ഒക്കെ ടീമിൽ കീപ്പ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണെന്ന്. എന്നിട്ട് എല്ലാം അങ്ങേറെ തലയ്ക്ക് കൊണ്ടിട്ടിട്ട് തന്തയില്ലാത്തവന്മാര് നാട്ടുകാരെ പറ്റിച്ച് സോഡായും വിറ്റ് ചിപ്സും വിറ്റ് എന്നിട്ട് കുറെ PR അതിൻ്റെ മക്ക കണ്ണാക്കിലോട്ട് പിച്ചക്കാശ് പോലെ കുറെ പാറി തള്ളിക്കൊടുത്തിട്ട് എനിക്കും ഈ പ്രാവശ്യം ടിക്കറ്റും പറയൊക്കെ ഓഫർ ചെയ്തായിരുന്നു കേട്ടോ, മറ്റേ VIP ടിക്കറ്റും സാമാനവും. എന്നിട്ട് അവന്മാർക്ക് ഒരു വീഡിയോ തൊലിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ അവന്മാര് സ്പോൺസർ ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ പൊക്കി പറയാൻ നിന്നില്ല, അപരാധിച്ച് തന്നെ കൊടുത്തിട്ടുള്ളത്. കുറെ കാലമായിട്ട് എനിക്ക് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 സീസണായിട്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഇമാതിരി പരിപാടികൾക്കൊന്നും പോകാറില്ല. കാരണം അതിനകത്ത് തന്നെയുള്ള കുറെ നാറികളുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ കാരണം തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലിലോട്ട് പോകും. പക്ഷെ ഇമാതിരി തന്തയില്ലാത്തവന്മാരെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഇത്രയും പേരെ കീപ്പ് ചെയ്യണമെന്നായിരുന്നു കാറ്റാലയുടെ താല്പര്യം. എന്നിട്ട് പറഞ്ഞു വിട്ടിട്ട് കാറ്റാലയുടെ തലയെ കൊണ്ട് പ്രശ്നം വിട്ട്. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ ജോർജ് ഫെർണാണ്ടസിന്റെ കാര്യത്തിലും ഇവാൻ വുക്കോമനോവിച്ചിന്റെ കാര്യത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ എന്താണ്. ഓരോ തന്തയില്ലായ്മ കാണിച്ചിട്ട് അത് പാവം കോച്ചുകളുടെ തലയെ കൊണ്ട് കെട്ടി വെക്കുന്ന തന്തയില്ലാത്തവന്മാര്.